Hello friends, welcome to Selines Recipes. അപ്പോൾ ഇന്ന് ഞാൻ ലഞ്ച് ബോക്സ് റെസിപ്പിയായി എടുക്കുന്നത് നിറയെ പ്രോട്ടീൻ ആൻഡ് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഒരു പുലാവാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കടല, ചെറുപയർ, വൻപയർ, വെള്ളക്കടലയാണ്. നിങ്ങളുടെ കയ്യിൽ രാജ്മ ഉണ്ടെങ്കിൽ അതും എടുക്കാം. അതല്ലാതെ വേറെ എന്ത് പൾസസ് വേണമെങ്കിലും നമുക്ക് ഈ റെസിപ്പിക്ക് വേണ്ടി എടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ ഞാൻ ഇന്നലെ കഴുകി വെച്ച ടിഫിനാണ്. അപ്പോൾ അതെല്ലാം ഉണങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഞാനതെല്ലാം എടുത്ത് മാറ്റുകയാണ്. പിന്നെ ഈ ഫൈബർ ക്ലോത്ത് ഉണ്ടല്ലോ, ഇത് ഞാൻ ഐക്യയിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ നേരത്തെ ഞാൻ ഐക്യയുടെ ഒരു വ്ളോഗ് ഇട്ടിരുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമുക്കിനി ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ 2 സവാള, ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. നമ്മൾ ഇന്നലെ സാൻഡ്വിച്ചിന് തയ്യാറാക്കിയല്ലോ, അതിൻ്റെ ഒരു പകുതി ക്യാപ്സിക്കം ഉണ്ടായിരുന്നു. ബാക്കി വന്ന ക്യാപ്സിക്കം ഞാൻ ഇതുപോലൊരു സ്റ്റീൽ കണ്ടെയ്നറിലിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറാണുള്ളത്. അതൊരു 5-6 ദിവസം വരെ കേടാവാതെ നിൽക്കും. ഇനി ഞാൻ ഈ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ തക്കാളിയാണ് ഞാൻ ആദ്യം കഴുകുന്നത്. തക്കാളിക്കൊക്കെ ഇപ്പോൾ നല്ല വിലയാണ്. അപ്പോൾ ഞാൻ ഒരു തക്കാളിയെ എടുത്തിട്ടുള്ളൂ. ഈ റെസിപ്പിക്ക് അത്ര മതി, ബിക്കോസ് ഇത് വലിയ തക്കാളിയും കൂടെയാണല്ലോ. അപ്പോൾ അത് കാരണം അത് മതി. അപ്പോൾ ഞാൻ ഈ വെജിറ്റബിൾസ് എല്ലാം നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കണ്ടോ, നല്ല മെസ്സി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ വെള്ളമൊക്കെ താഴെ വീണാൽ അപ്പം തന്നെ ഞാനത് ക്ലിയർ ചെയ്യാൻ നോക്കും, എല്ലാം തുടച്ച് വൃത്തിയാക്കും. അപ്പോൾ ഞാനിവിടെ സവാള കട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഹാഫായിട്ട് പിന്നെ നീളത്തിലാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ 4 ഗ്രീൻ ചില്ലിയാണ് എടുക്കുന്നത്. അപ്പോൾ 2 എണ്ണം ജസ്റ്റ് നടുകെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നേ ഉള്ളൂ. ബാക്കി 2 എണ്ണം ഞാൻ പൊടിയായിട്ടാണ് കട്ട് ചെയ്യുന്നത്. നടുകെ വരഞ്ഞത് പുലാവിനും പൊടിയായത് സാലഡിനാണ് ഞാനിവിടെ എടുക്കുന്നത്. അപ്പോൾ സാലഡിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയും പച്ചമുളകും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം സാലഡ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് തൈരാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് തിക്കാണ് തൈര് എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഇത് ജസ്റ്റ് ഒന്ന് ലൂസാക്കാം. ഒരുപാട് വെള്ളം ചേർക്കരുത്, ബിക്കോസ് ഉച്ചയാകുമ്പോഴത്തേക്കും ഈ സവാളയുടെ വെള്ളമെല്ലാം അതിലേക്ക് ഇറങ്ങും. അത് കാരണം കുറച്ച് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസ് കൂടെ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. തക്കാളിയും ക്യാപ്സിക്കം എല്ലാം ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഈ പൾസസിൻ്റെ കൂടെ നമ്മുടെ പട്ടാണി കടല പീസ് എന്നൊക്കെ പറയുമല്ലോ, അപ്പോൾ അത് ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡ്രൈ ആയിട്ടുള്ള പീസ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല, ഫ്രോസൺ ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതും ഒരു പിടി ഇവിടെ എടുക്കുന്നുണ്ട്. പിന്നെ 1.5 കപ്പ് ബാസ്മതി റൈസാണ് ഞാനിവിടെ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ റെസിപ്പി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാനിതിവിടെ നല്ലപോലെ കഴുകി വെള്ളത്തിൽ കുതിർക്കാൻ വയ്ക്കും. അതിന് ശേഷം ഞാൻ റെസിപ്പി സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മുടെ ഈ അരി നല്ലപോലെ കുതിർന്ന് കറക്റ്റായിട്ടുണ്ടാവും കേട്ടോ. കുക്കറിലാണ് ഞാൻ ഈ റെസിപ്പി ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ആദ്യം 1 ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം ഞാനിവിടെ ഒരു ബിരിയാണി ലീഫാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം 1 പട്ട, 2 ഏലക്ക, 2 ഗ്രാമ്പുമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 2 പച്ചമുളകാണ് ഞാൻ ചേർക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവാളയും ചേർക്കുന്നുണ്ട്. എന്നിട്ടിത് നല്ലപോലെ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് വഴണ്ട ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ തക്കാളി പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടി ഞാനിവിടെ 1 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കും.
ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് അടച്ചു വയ്ക്കുക. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഉപ്പും കൂടി ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞ ശേഷം കണ്ടില്ലേ, ഇത് നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ക്യാപ്സിക്കവും ബാക്കിയുള്ള എല്ലാ പൾസസും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 2 മിനിറ്റോളം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഒരു 1/4 കപ്പ് തൈര് നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് പുതിനയും മല്ലിയിലയും ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നമ്മൾ ജസ്റ്റ് ഇട്ട് ഒന്ന് ഒരു 30 സെക്കൻഡൊക്കെ ഒന്ന് വഴറ്റിയാൽ മതി. അതിനുശേഷം ഞാനിവിടെ അരമുറി നാരങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഇനി ഇതാ അപ്പോൾ ഞാനിവിടെ കുറച്ച് ടേസ്റ്റ് നോക്കുകയാണ്. അപ്പോൾ ഉപ്പ് പോരെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കണം. അപ്പോൾ ഈ സമയം ഞാനിവിടെ നേരത്തെ കുതിർത്ത് വെച്ച അരിയുടെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അരി നല്ലപോലെ ഡ്രൈ ആയ ശേഷം മാത്രമാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് 2 വിസിൽ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ 2 വിസിൽ വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് താഴെ ഇറക്കി വെക്കാം. സ്റ്റവിൻ്റെ മേലെ വെച്ചുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ അടി പിടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇതാ ഫ്രൂട്ടായിട്ട് എടുക്കുന്നത് ലിച്ചിയാണ്. അപ്പോൾ ഇതൊക്കെ തൊലിയെല്ലാം കളഞ്ഞ് ഞാനിത് എടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും മുളക് പൊടിയും ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കൊടുത്താൽ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ്. അതിനാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കുക്കറുടെ വിസിലെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഞാനിതാ ഇവിടെ ഒന്ന് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ ഇത് നല്ല പോലെ വെന്തിട്ടുണ്ട്, ബട്ട് കുഴഞ്ഞിട്ടില്ല. അപ്പോൾ ഞാനിതാ ഫോർക്ക് കൊണ്ടാണ് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. നമ്മൾ സ്പൂണോ വലിയ തവിയൊക്കെ വെച്ചെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ റൈസൊക്കെ ഒന്ന് മുറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ജസ്റ്റ് ഫോർക്ക് കൊണ്ടൊന്ന് ഇളക്കിയ ശേഷം ഇത് ടിഫിനിലേക്കൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ റൈത്ത റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനത് രണ്ടും ടിഫിനിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ബാക്കിയുള്ള റൈസ് കണ്ടോ, ഞാനിവിടെ ഹോട്ട് ബോക്സിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ഇത് മതിയാവും കഴിക്കാൻ. പിന്നെ ഇതാ കണ്ടോ, കുക്കറൊന്നും അടുക്കി പിടിച്ചിട്ടില്ല. നല്ല നീറ്റായിട്ട് തന്നെ ഈ റൈസ് ഇവിടെ തയ്യാറായിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കുട്ടികളുടെ ലഞ്ചൊന്ന് പാക്ക് ചെയ്യാണ്. അപ്പോൾ റൈസായ കാരണം തന്നെ ഞാനിതിലേക്ക് ഒരു സ്പൂണ് വെച്ച് കൊടുക്കും. പിന്നെ സ്നാക്കായിട്ട് ഞാൻ കൊടുക്കുന്നത് ഓറിയോ ബിസ്ക്കറ്റാണ്. അപ്പോൾ ഈ ലഞ്ച് ബോക്സ് റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് എന്നെ അറിയിക്കുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.